Good morning പ്രഭാത വന്ദനങ്ങൾ and good evening. സന്ധ്യാവന്ദനങ്ങൾ. How are you everybody? നിങ്ങളെല്ലാം സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഉടഞ്ഞതിനെയും തകർന്നതിനെയും ആശയറ്റതിനെയും ദൈവം ഒരു വലിയ പ്രത്യാശയുള്ളതാക്കി മാറ്റും. In our life, whatever has been broken and hopeless, God is giving hope to that. നമ്മുടെ ജീവിതത്തിൽ 3 കാര്യങ്ങൾ വേണം. In our life, we need to have 3 things. ഒന്ന് ഹോപ്പ് വേണം, First is hope, സെലിബ്രേഷൻ വേണം, celebration, ബ്യൂട്ടി. beauty. നമുക്കൊരു പ്രത്യാശയുണ്ടെങ്കിൽ If we have a hope, ആ പ്രത്യാശയിൽ നാം സെലിബ്രേറ്റ് ചെയ്യണം. in that hope, we need to celebrate. ആ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ബ്യൂട്ടി വെളിപ്പെടും. When you celebrate that, your beauty is revealed. കർത്താവിനെ ആര് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടോ അവരുടെ ജീവിതത്തിൽ ഡാർക്ക്നെസ്സിലേക്ക് പോവുകയല്ല, അവരുടെ ലൈഫിൽ ബ്യൂട്ടി വെളിപ്പെടുവാനിടയാവും. Whoever has celebrated Jesus, not darkness, but beauty is revealed in their life. യെശയ്യാവ് chapter 35 verse 1 പഠിക്കുമ്പോൾ When we read book of Isaiah chapter 35 verse 1, മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, the wilderness and wasteland shall be glad, നിർജ്ജന പ്രദേശം പനിനീർ പുഷ്പം പോലെ പൂക്കും. and the desert shall rejoice and blossom as a rose. ആ വാക്ക് വളരെ പവർഫുൾ ആണ്. That word is really The powerful. wilderness and the wasteland shall be glad for them. മരുഭൂമി സന്തോഷമായിരിക്കും. Amen. And desert shall rejoice and blossom as the rose. മരുഭൂമിയും സന്തോഷിക്കും, ഒരു പൂവിനെ പോലെ അത് വിടരും. നമ്മുടെ ജീവിതത്തിൽ In our life, നമ്മുടെ മരുഭൂമികൾ ദൈവം മാറ്റും. the Lord is removing our desert നിങ്ങൾ condition. പോകുന്ന ആ പാത മരുഭൂമിയിലൂടെയാണ്. The path you are traveling is through the wilderness. നിങ്ങൾ പോകുന്നത് ആ ചൂട് കാറ്റുള്ള സ്ഥലത്തൂടെയാണ്. You are going to the midst of a place that is hot. എന്നാൽ ദൈവം നിങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളെയും മാറ്റിമറിക്കും. The Lord will transform your situations. ഇന്ന് ഈ സമയം ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളിൽ സംഭവിക്കും. Today a transformation will happen in your life. അവൻ നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യാൻ പോകുന്നു. He's going to transform your life. ഒരു ട്രാൻസ്മിറ്റ് പകരുന്ന അനുഭവത്തിൽ കർത്താവ് നടത്തുന്നു. You will enter into a transmitting experience. നിങ്ങളുടെ കഴിഞ്ഞകാല അനുഭവങ്ങളെ നോക്കി വിതുമ്പി കരയുകയല്ല. Do not look at your past and cry about your past അവൻ experience. നിങ്ങളുടെ മുൻപിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു, What is going to happen in front of you? കർത്താവ് നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യിക്കാൻ പോകുന്നു, What the Lord is willing to do in front of you. അത് നിങ്ങൾ കാണുക. That you see it. അവൻ അസാധ്യമായതിനെ സാധ്യമാക്കും. He'll make the impossible possible. അവൻ നമ്മുടെ ജീവിതത്തിൽ പ്രയാസമുള്ളതിനെ ഈസിയാക്കി മാറ്റും. Every troubles that we face in our life, He will make it easy. ഒരിക്കൽ നിങ്ങൾ കണ്ടത് മരുഭൂമി, Once you saw a wilderness, പിന്നെ നിങ്ങൾ കണ്ടത് അവൻ പൂക്കളെ കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലം, but then you are brought into a place filled with gardens and flowers. ഡ്രൈ പ്ലേസ് ആയിരുന്നു. You were in a dry place, അവിടെ അരുവികൾ കൊണ്ട് നിറയുന്നു. but He fills it with rivers and അവിടേക്ക് streams. ധാരാളം ആൾക്കാർ വരുന്നു. There are plenty of people that come there. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തെ ദൈവം In such manner, God, ഒരു പുതിയ ആ കണക്ഷനിലേക്ക്, ഒരു പുതിയ പാന്താവിലേക്ക്, ഒരു ഗുഡ്നെസ്സിലേക്ക്, ഒരു ഗുഡ് ന്യൂസിലേക്ക് ദൈവം നിങ്ങളെ എത്തിക്കാൻ പോകും. in such manner, God will make you enter into a new place, good connections. God is going to make you enter into that. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ Today, as you hear this word, നിങ്ങളുടെ ജീവിതത്തിൽ എക്സ്പെക്ടേഷൻ ക്രിയേറ്റ്സ് മിറക്കിള്. നിങ്ങൾ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നോ അത് മിറക്കിളായി മാറാൻ പോകും. as you are listening, what you are expecting will create a miracle. ഇതൊരു സാധാരണ ദൂതല്ല. This is not an ordinary word. ഈ വചനം ജീവിപ്പിക്കുന്നതാ. This word brings life. ഈ വചനം ഇല്ലാത്തതിനെ ഉളവാക്കും. This word brings what is not in existence. നഷ്ടപ്പെട്ടതിനെ മടക്കി കൊണ്ടുവരും. What is lost will be brought back. ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ മരുഭൂമികൾ മാറാൻ പോകും. Today itself your wilderness life will be വരണ്ട നിലങ്ങൾ transformed. മാറാൻ പോകും. Your dry land will be changed. നിങ്ങൾ ഒരു ആശ്വാസകാലത്തിലേക്ക് ചവിട്ടുപടികൾ വെക്കാൻ പോകും. You're going to enter into a time of rest. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. I'm going to pray for you. ഞങ്ങളുടെ കർത്താവേ, Our Heavenly ഈ Father, ജനത്തെ ബ്ലസ് ചെയ്യും. Lord, bless these ഈ people. ജനത്തിന്മേൽ അങ്ങയുടെ കരം നീട്ടണമേ. Lord, stretch out your hand upon these people. മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന Those who are traveling through wilderness, ഈ ജനത്തിന് വേണ്ടി അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യണമേ. those people, you perform them a miracle for ഇപ്പോൾ them. Right now, ഒരു വലിയ മിറക്കിൾ സംഭവിക്കും. let a mighty miracle happen. നിങ്ങളുടെ ജീവിതത്തിൽ ഹോപ്പ്, സെലിബ്രേഷൻ, ബ്യൂട്ടി, ഇത് മൂന്നും വെളിപ്പെടാൻ പോകും. In your life, hope, celebration and beauty are going to be revealed. കർത്താവേ, ജനത്തെ അനുഗ്രഹിക്കണം. Lord, bless these people. യേശുവിൻ നാമത്തിൽ. In Jesus' name. ആമേൻ. Amen. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. I love you.
We love you.